ശക്തമായ തുമ്മലും കാലങ്ങളായിട്ടുള്ള മൂക്കൊലിപ്പും ഉണ്ടോ? ഇതിന് കാരണം അലർജിയാണോ അല്ലയോ? എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നമുക്ക് അലർജി കാരണവും തുമ്മലും മൂക്കൊലിപ്പും വരാം, അല്ലാതെയും വരാം. എങ്ങനെ നമുക്ക് അലർജി കാരണമുള്ള തുമ്മലും മൂക്കൊലിപ്പും തിരിച്ചറിയാൻ പറ്റും? പ്രത്യേകിച്ച് അലർജി കാരണമുള്ള തുമ്മലിനും മൂക്കൊലിപ്പിനും പ്രധാനമായിട്ടും ഒരു അലർജൻ, അതായത് ഒരു കാരണം ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പൊടി, അതുപോലെ തന്നെ ചില പൂമ്പൊടികൾ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, ഇതൊക്കെയാണ് അലർജി ഉണ്ടാക്കുന്നത്. അലർജി അല്ലാത്ത അവസ്ഥയ്ക്ക് കാരണങ്ങൾ നമ്മുടെ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, ചൂടിൽ നിന്ന് തണുപ്പിലേക്കോ തണുപ്പിൽ നിന്ന് ചൂടിലേക്കോ പോവുക, അല്ലെങ്കിൽ AC കൂടുതലായിട്ട് ഉപയോഗിക്കുക, കുളിച്ചതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ചാലാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അലർജി കൊണ്ടാണ് നമുക്ക് ഉള്ളത് ബുദ്ധിമുട്ടുകൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്തത് അലർജി ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അലർജി ടെസ്റ്റുകളിൽ അതിന്റെ എല്ലാ അലർജി വാല്യൂസും വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് IgE എന്നൊക്കെ പറഞ്ഞുള്ള ടെസ്റ്റ് ഉണ്ട്, അലർജിന്റെ സ്പെസിഫിക് ടെസ്റ്റ് ആണ്, അതൊക്കെ വളരെ കൂടുതലായിരിക്കും. ഈ അലർജി അല്ലാത്ത നോൺ അലർജിക് റൈനൈറ്റിസിൽ ആ ഒരു വാല്യൂ അലർജി ടെസ്റ്റുകൾ നെഗറ്റീവ് ആയിരിക്കും. അലർജി കാരണമായിട്ടുള്ള തുമ്മലുകളും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്യും. അലർജി അല്ലാത്ത ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് 20 വയസ്സിന് ശേഷമാണ്. അലർജി കാരണമാണോ അല്ലെങ്കിൽ അലർജി ഇല്ലാതെയാണോ നിങ്ങളെ ബുദ്ധിമുട്ട് എന്ന് അറിയണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അലർജി ടെസ്റ്റുകളാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു പ്രതിവിധി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ അലർജി ടെസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ.